ഓരോ വീഡിയോയ്ക്കും ഓരോ ബാക്ക്ഗ്രൗണ്ടും ഓരോ കളർ ഗ്രേഡും മൊത്തത്തിൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ടും കളർ ഗ്രേഡും എന്ത് തേങ്ങയാണെങ്കിലും എൻ്റെ ശബ്ദം നിങ്ങൾക്ക് മര്യാദയ്ക്ക് കിട്ടിയാൽ മതി എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. കാരണം മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടേ. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻഡ് കപ്പിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ കാര്യം സംശയത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ മുംബൈ സിറ്റി എഫ് സിയുടെ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. മുംബൈ സിറ്റി എഫ് സി ഇത്തവണ ഡ്യൂറൻഡ് കപ്പിന് കളിക്കാൻ തങ്ങളുടെ പ്ലേയേഴ്സിനെ വിട്ടു നൽകണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2024 മുതൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻ്റ് ആയിട്ടുള്ള ഡ്യൂറൻഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അവർ ടീമിനെ വിടാത്ത ഒരു പരിപാടിയുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അത്ര മികച്ചതാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഇത്രയും റെപ്യൂട്ടേഷനുള്ള, ഇത്രയും ലെഗസിയും ഹിസ്റ്ററിയും പറയാനുള്ള ഒരു ടൂർണമെൻറ്റിലേക്ക് ടീമിനെ കളിക്കാൻ വിടുന്നത് ശരിയല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിയല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നേരത്തെ മുംബൈ സിറ്റി അവരുടെ റിസർവ് ടീമിനെ വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവർ ഒരു ടീമിനെ വിടുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ക്ലബ്ബുകൾ വിമുഖത കാണിക്കുന്നത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ അവരുടെ ഒരു പ്രഷർ ടാക്ടിക്സ് ആയിരിക്കും ഇത്.